ഹായ് ഹലോ. ഞാൻ മൂകാംബിക വീഡിയോ 2 മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം 3-മത്തെ വീഡിയോയാണ്. ഇതിപ്പം നമ്മൾ തിങ്കളാഴ്ച രാത്രിയിൽ റൂമിൽ വന്ന് നമ്മൾ കുളിച്ച് കിടക്കാൻ പോവുക. നാളെ രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് പോകും. നമുക്ക് ഒരു 11 മണിക്കെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ നമുക്ക് 1:30ക്കാണ് ട്രെയിന്. കുന്താപുര എന്ന് പറയുന്ന സ്റ്റേഷനിൽ ചെല്ലണം. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഇനി നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഒരു സ്റ്റാളുണ്ട്, അവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ദാണ്ട കേശുക്കുട്ടന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണം, അവന് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇതിപ്പം ഒരു 8:30 കാണും രാവിലെ, ചൊവ്വാഴ്ച രാവിലെ. ദാണ്ട ഇഞ്ഞ് വെളിയിൽ വന്ന് ക്യൂ കണ്ടോ, അമ്പലത്തിനകത്ത് നിന്ന് വെളിയിൽ റോഡിൽ വന്ന് ക്യൂ. അപ്പം നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം. അപ്പം ഞങ്ങൾ ക്യൂവിൽ നിൽക്കാൻ പോയില്ല. ഞങ്ങളെന്തോ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയിട്ട് നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പിന്നെ നമുക്ക് സമയമുണ്ടായിരുന്നു. അപ്പോൾ ദാണ്ട കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ കൊടിമരത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് അവിടെ ഇരുന്നങ്ങ് കളിക്കുക. നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. കുഞ്ഞാമ്മിയാണെങ്കിൽ പിടിച്ചിട്ട് കുഞ്ഞാമ്മി വരുന്നില്ല. കുഞ്ഞാമ്മയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കണം. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കളിച്ച് 2 പേരും. നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. ഒരു സൈഡിൽ ചെണ്ട കൊട്ടുന്ന കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ ഒരു സൈഡിൽ താണ്ട അവർ പഠിച്ച ഡാൻസ് അവരവിടെ അമ്മയുടെ മുമ്പിൽ ആ മണ്ണിൽ ആ കൊടിമരത്തിൻ്റെ സൈഡിലായിട്ട് അവർ നിന്ന് കളിക്കുക. അപ്പോഴത്തേക്കിനും നോക്കുമ്പോൾ വലിയ രഥം ഇറക്കി ദേവിയുടെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഒരു കൊട്ട തേങ്ങായും ഇരിപ്പുണ്ട്. അപ്പോൾ ആ തേങ്ങ ഈ രഥം വലിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് പൊട്ടിച്ചിട്ട് ദേവിയെ ഇരുത്തിയിട്ട് 3 വലം ആ രഥം വലിച്ച് 3 തവണ അമ്പലത്തിൽ ചുറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴും ഞാൻ ഓടിച്ചെന്ന് ഞാൻ ആ വടത്തിൽ, ഞാനും ആ കൂട്ടത്തിൽ ഈ രഥം വലിക്കുന്നതിനകത്തുണ്ടായിരുന്നു. ഇത്തവണയും എനിക്ക് ആ ഭാഗ്യം കിട്ടി. ഞാൻ ഓടിച്ചെന്ന് ആ വടത്തിൻ്റെ ഒരറ്റം ഞാനും പിടിച്ച്, അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്തായാലും സ്റ്റാളിൽ നിന്ന് ദേവിക്ക് സമർപ്പിച്ച സാരി മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സ്റ്റാളിൽ ഇന്നലെ സമർപ്പിച്ച സാരി ഒരെണ്ണം നമ്മൾ മേടിച്ചു, അത് അനിയത്തിക്ക് എടുത്ത്. അപ്പോൾ എനിക്കായിട്ട് മേടിക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് ശീവേലി നടക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് രഥത്തിൽ ദേവിയെ ഇരുത്തിക്കൊണ്ട് 3 തവണ രഥം പിടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിന് സ്റ്റാളിൽ സാരി വന്ന്, അതിനകത്തുനിന്ന് 2 സാരി ഞാൻ മേടിച്ച്. ദേവിക്ക് സമർപ്പിച്ച സ്റ്റാളിൽ നിന്ന് ഈ 2 സാരിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇനി നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ കുട്ടന്മാർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. റൂമിൽ ചെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി പിടിച്ച് നമ്മൾ കുന്താപുര എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോവുക. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കിയത് നമ്മൾ ട്രെയിൻ ലേറ്റാണെന്ന്. അമ്പലത്തിൽ വെച്ച് നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു അരമണിക്കൂറും കൂടി അമ്പലത്തിൽ നിൽക്കാമായിരുന്നു എന്ന് തോന്നി. കുഴപ്പമില്ല, ഞങ്ങളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഭയങ്കര വെയിലും അതുപോലെ ചൂടുമുണ്ട് അവിടെ. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു, മൂടൽ മഞ്ഞ് പോലത്തെ. ഇപ്പം നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കര ചൂടായിരുന്നു. പകൽ കേട്ടോ, വൈകുന്നേരത്ത് നല്ല അന്തരീക്ഷമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഒരു 1/4 മണിക്കൂറോളം ലേറ്റാണ്. അപ്പം നമ്മൾ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിലിരിക്കുക.
അപ്പോൾ ആരും ബോറടിക്കണ്ട, അമ്മൂമ്മ വല്യമ്മച്ചി ആരും ബോറടിക്കണ്ട എന്നും പറഞ്ഞ് നമ്മുടെ കേശുക്കുട്ടൻ്റെ വകയും അതുപോലെ തന്നെ കുഞ്ഞാമ്മയുടെ വകയുമായിട്ട് ഡാൻസ് കാണുന്നു. ചേട്ടൻ കുഴഞ്ഞെങ്കിൽ പോയി ഇരിക്കും, കുറച്ചു നേരം ഞാൻ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞാമ്മിക്കാവുന്ന പോലൊക്കെ കുഞ്ഞാമ്മിയും കാണിക്കുന്നുണ്ട്. കണ്ട, ആ ആരും ബോറടിക്കണ്ട. ഒരെള്ളുണ്ട എടുത്ത് കൈ കൊടുത്ത് അത് കടിച്ച് പകുതിയാക്കി കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുന്ന ഉടനെ ഓടി എൻ്റെ അടുത്ത് വരും. കാര്യം അമ്മുമ്മ പൊയ്ക്കളയോ, അമ്മ എന്നാണ് എന്നെ വിളിക്കുക, അമ്മ എന്ന് പറഞ്ഞ് ഓടി വരും. എന്നിട്ട് അമ്മ ഉണ്ടോ അതോ പോവുമോ എന്നെ ഇട്ടിട്ട് എന്നുള്ളൊരു പേടി കുഞ്ഞാമ്മയ്ക്കുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ മുതലേ എന്നെ മതി, അമ്മ എന്ന് വിളിച്ചിട്ട്. കാര്യം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ആയതുകൊണ്ട് ഞാൻ കുഞ്ഞാമ്മയെ ഇട്ടിട്ട് പൊക്കളയോ എന്ന് കുഞ്ഞിൻ്റെ ഒരു പേടി. അപ്പോൾ അടുത്ത ഡാൻസ് വീണ്ടും തുടങ്ങി കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത്, ഒന്ന് ഷെയറും ചെയ്ത്, കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ കേശുക്കുട്ടൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേശുക്കുട്ടൻ എന്നും പറഞ്ഞൊരു ചാനലിനകത്ത് കേശുക്കുട്ടൻ കളിച്ച റീൽസ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണേ. ട്രെയിൻ വന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ട്രെയിനിനകത്തിരുന്ന് കഴിക്കാം. നമ്മളിനി വെളുപ്പിന് ഒരു 3-3:30 ആകുമ്പോഴേ നമ്മൾ കൊല്ലത്തെത്തത്തുള്ളൂ. അപ്പം നമുക്ക് കുന്താപുരം സ്റ്റേഷനിൽ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിലും കുഞ്ഞുങ്ങളുടെ ഡാൻസൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ബോറടി ഇല്ലായിരുന്നു. സമയം പോയി, നല്ല രസമായിരുന്നു ഈ ട്രിപ്പ്. അപ്പോൾ കേശുക്കുട്ടൻ എന്നോട് ചോദിക്കുന്നത്, ഇനി എന്നാ വല്യമ്മച്ചി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പോവണ്ടായോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചാക്കിടുക. ഒന്നുകൂടി ഒന്ന് പോയാലോ മതിയായില്ല എന്നാണ് എന്നോട് പറയുന്നത്. അങ്ങനെ താണ്ട നമ്മൾ ഒരു 3-3:30 ആയപ്പോൾ കൊല്ലത്തെത്തി കേട്ടോ വെളുപ്പിന്. ഇനിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്